അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ട് റെഡി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സെഷനിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമുക്ക് നോർമലി ഇന്ന് വെനസ്ഡേ ആണ്. നമ്മുടെ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള നമ്മുടെ സേഫ് സാർ ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ സെഷനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Morning. Magic morning. Magic morning, sir. Magic morning, sir. Magic morning. ഞാൻ ഓഡിയബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്ട്, 2-3 സബ്ജക്ട് ഉണ്ട്. അതിൽ മെയിനായിട്ടൊന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫില് നമ്മളെല്ലാവർക്കും ബെസ്റ്റ് പെർഫോമർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ കരിയറിലല്ല, ലൈഫിൽ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമർ ആവണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ തന്നെ വരുന്ന കുറച്ച് ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഒരാളുടെ ലൈഫിൽ അയാൾ ബെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ, അയാൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണ്ടി വരും എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്. ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ആക്ഷൻ ടേക്കർ ആയിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അല്ലെ, ആക്ഷൻ ഉണ്ടായിരിക്കണം, വേറെ എയിം ഉണ്ടായിരിക്കണം, ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, ഡിസിപ്ലിൻ വേണം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും വേണം. അതിന്റെ കൂടെ 2 കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കുറച്ചും കൂടെ എന്തൊക്കെയാണ് നമുക്ക് ലൈഫിൽ വേണ്ടെന്നുള്ള കുറച്ച് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏതൊക്കെ ക്വാളിറ്റികൾ നിങ്ങൾക്കുണ്ട്, ഏതൊക്കെ ക്വാളിറ്റികൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വളരെ നമ്മുടെ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട, മാൻഡറ്ററി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആണ്. അപ്പൊ അതില് ആദ്യം നമുക്ക് കുറച്ച് പോയിന്റ്സിലൂടെ പോയി നോക്കുക. ഏതൊക്കെ പോയിന്റ്സുകൾ നിങ്ങളുടെ ലൈഫിലുണ്ട് നോക്കുക. ഫസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയാൾക്ക് ലൈഫിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കുറെ ആളുകളിൽ പറഞ്ഞു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നതുപോലെ നമ്മൾ ഗോൾ ഓറിയന്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഫസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു ഇപ്പൊ നമ്മളെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പേഴ്സൺസ് ആണെങ്കിലും ഒക്കെ ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. ഈ ഗോൾ ഓറിയന്റഡ് ആയിരിക്കുക അറിയുന്നത് എല്ലാ ആളുകളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ ജനിച്ചു, അല്ലെ, നമ്മൾ കല്യാണം കഴിയുക, അല്ലെങ്കിൽ നമുക്കൊരു വീടുണ്ടാവുക, ഒരു കാർ ഉണ്ടാവുക, ഒരു കുട്ടി ഉണ്ടാവുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനുഷ്യന്റെ ഗോളാണ്. ഇതല്ലാതെ വേറെയും കുറെ ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോഴാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അയാൾക്ക് പ്രോപ്പറായിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുക. അയാൾക്ക് പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക, അച്ചീവ് ചെയ്യാൻ പറ്റുക. ആ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട സംഭവം, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗോൾ ഓറിയന്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഗോൾസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ബാക്കിയുള്ള എന്തിലാണെങ്കിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വി മാജിക്കിന്റെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ സ്മാർട്ട് ഗോൾ ബാക്കിയുള്ള ഗോളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും.
അതിലൊക്കെ നമ്മൾ പറയാറുണ്ട് ലോങ് ടൈം ഗോൾ, ഷോർട്ട് ടൈം ഗോൾ, മിഡ് ടൈം ഗോൾ എന്നൊക്കെ പറയാറുണ്ട്. ഒരു 10 വർഷത്തിലേക്കുള്ള നമ്മുടെ ഗോളുകൾ, 5 വർഷത്തിലേക്കുള്ള ഗോളുകൾ, ഒരു വർഷത്തിലേക്കുള്ള ഗോളുകളൊക്കെ പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം 90 ദിവസത്തിലേക്കുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ. ഇനി വരുന്ന 90 ദിവസത്തിലേക്ക്, ഒരു ഒക്ടോബർ മാസത്തിലേക്ക്, ജൂലൈ ആയല്ലോ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അടുത്ത 3 മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി മനസ്സിലാവും. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിന്റെ എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അതിൽ ഏതെങ്കിലും ഒരു വീക്കിൽ നിങ്ങൾ ആ ഗോളുകളെ കൺസിസ്റ്റന്റ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. ഗോൾ സെറ്റ് ചെയ്താൽ പോരെ. ഗോൾ ഓറിയന്റഡ് ആയി എന്നുള്ളതല്ല ഒരാളുടെ ലൈഫ് സക്സസ് ആവാനുള്ള കാരണം. ആ ഗോൾ ഓറിയന്റഡ് ആയിരിക്കുന്നതിനെ ഒരു ചെറിയ 90 ഡേയ്സ് പീരീഡിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ആ 90 ഡേയ്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആ 90 ഡേയ്സിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ അതില് ഓരോ വീക്കിലും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി നോക്കാം. ഓരോ വീക്കിലും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാം, നിങ്ങൾക്കത് സക്സസ് ആവോ ഇല്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തോ ഇല്ല എന്നൊക്കെ അറിയാൻ സാധിക്കുക. രണ്ടാമത്തെ ക്വാളിറ്റി നമുക്ക് വേണ്ടൊരു ക്വാളിറ്റിയാണ് സൊല്യൂഷൻ ഓറിയന്റഡ്. എന്താ സൊല്യൂഷൻ ഓറിയന്റഡ് പറഞ്ഞാൽ? എന്താണ് സൊല്യൂഷൻ ഓറിയന്റഡ് പറഞ്ഞ? സൊല്യൂഷൻ ഓറിയന്റഡ് പറഞ്ഞ എന്തായിരിക്കും? ജാസ്മിൻ റഫീഖ്, എന്താണ് സൊല്യൂഷൻ ഓറിയന്റഡ് പറഞ്ഞ? പരിഹാരം. ആരുമില്ലേ? അങ്ങനെ ആളില്ലേ? പരിഹാരം കാണും. പരിഹാരം കാണും. പരിഹാരം കാണും. എന്താണ് ആ പരിഹാരം കാണുന്ന? പ്രശ്നത്തിന്. അതായത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട് നമുക്ക്. എസ്പെഷ്യലി നമ്മള് ഒരു കേരളക്കാരൊക്കെ നമ്മൾ വളർന്നു വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു നമ്മളുടെ ഒരു ഇതാണ് പ്രോബ്ലം ഓറിയന്റഡ് ആണ് ബേസിക്കലി നമ്മൾ. ബേസിക്കലി ഒരു മനുഷ്യന് നമ്മളുടെ ഒക്കെ നാച്ചുറൽ നമ്മളൊക്കെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. ഇതില് സംസാരിക്കാൻ പേടിയുള്ള എത്ര ആൾക്കാരുണ്ട്? ജസ്റ്റ് കമന്റ് ചെയ്തേ. സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാർ. എനിക്കിങ്ങനെ ഈ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനൊക്കെ പേടിയുള്ള ഒരാളാണ് ഞാൻ. ജസ്റ്റ് കമന്റ് എന്ന് കമന്റ് ചെയ്യാം. സംസാരിക്കാൻ പേടിയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം സംസാരിക്കാൻ ധൈര്യമുള്ള ആൾക്കാർ, എനിക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, എനിക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഞാൻ ഓക്കെയാണ്, അങ്ങനത്തെ ആളുകൾ സി എന്ന് കമന്റ് ചെയ്ത്. ഈ ഐയും കമന്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, സിയും കമന്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്താ ചെയ്യാം? ഒരു ഡിയിലേക്ക് വെക്കാം. ഒരു ഡിയിലേക്ക് വെക്കാം. എന്നോട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ അവർ പറഞ്ഞില്ല, അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ കുറച്ച് ആൾക്കാർ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, കുറച്ച് ആൾക്കാർ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അപ്പം ഉടനെ ട്രെയിനർ പറഞ്ഞു ആദ്യം കൈവന്തിക്കാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് ആൾക്കാർ കൈവന്തിച്ചു, വേറെ കാര്യത്തിന് കൈവന്തിച്ചാൽ പറഞ്ഞു, അതിനും കൈവന്തിച്ചു. 2 കാര്യത്തിനും കൈ പൊന്തിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ട്രെയിനർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആണാവോ അല്ലെങ്കിൽ പെണ്ണാവോ. ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ, ട്രെയിനർ പറഞ്ഞ കാര്യം പറഞ്ഞ. ഒന്നെങ്കിൽ നിങ്ങൾ ആണാവോ അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണാവാന്നാണ്. എനിവേ ഞാൻ തമാശ പറഞ്ഞാണ്. എന്താണ് ഈ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാവരും കമ്മ്യൂണിക്കേഷൻസിന് തയ്യാറുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനിനി ഇങ്ങനെ വിളിക്കും, നിങ്ങളുടെ പേര് വിളിക്കും, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പേര് വിളിക്കും, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്ഥിരമായിട്ട് ആൻസർ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബഷീർ ക, സിന്ധു മാം, ദിവ്യ ദിനോജ്. അപ്പൊ അവരെ മാറ്റാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്.
ആരൊക്കെയാണെന്നുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസിനും എന്നും ക്ലാസ്സിൽ ടോപ്പേഴ്സ് മാത്രം അയക്കുന്ന ആൾക്കാർ, അല്ലാത്ത ആൾക്കാർ വരണല്ലോ. ഓക്കെ, അപ്പോ ആതിര കേൾക്കുന്നുണ്ടോ? ആതിര ശ്രീജിത്ത്. ആതിര കേൾക്കുന്നില്ല തോന്നുന്നു. ആതിര സി ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ 2 പ്രാവശ്യം സി കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താ ആതിര കാണുന്നില്ല? ആതിര ഇവിടെ ഉണ്ടോ? എന്റെ കണ്ണു ഉണ്ട്. ശരി, ആതിര എന്താണ് ഈ നമ്മൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആവാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ തളർന്നു പോവാണ്ട് അതിന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ ഏതൊരു പ്രശ്നത്തിനും. അത് കണ്ടെത്തണം. അത് കണ്ടെത്തണം. ഓക്കെ, വെരി ഗുഡ് ആതിര. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന ഇതുപോലെ തന്നെയാണ് സൊല്യൂഷൻ ഓറിയന്റഡ് ആവുക. സൊല്യൂഷൻ ഓറിയന്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊല്യൂഷൻ ഓറിയന്റഡ് ആവുക, പ്രോബ്ലം ഓറിയന്റഡ് ആവുക, ഈ 2 കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതാണ്. എന്താണ് നിങ്ങളുടെ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക നമ്മളിലേക്ക് വരിക. നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളാണ് സംഭവിച്ചത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? അത് ഫീൽ ചെയ്തു. നിങ്ങളത് ആഗ്രഹിച്ചിട്ടില്ല, ബട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അത് ഫീൽ ചെയ്ത് കഴിയുന്ന സംഭവം, ഫെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമ്മളിലേക്ക് വരും. അപ്പോ നമ്മൾ എന്തൊരു കാര്യത്തിനും ഒരു ആൻസർ പറയാനാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തൊരു കാര്യത്തിനും നമ്മൾ ശരിക്കും പറയുന്നത് ശ്രദ്ധിക്കുക, എന്തൊരു കാര്യങ്ങൾക്കും നമ്മൾ ആൻസർ പറയാനാണ് പഠിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അതിന്റെ റിയൽ കാരണമല്ല പറയാം. ഓക്കെ, ഇപ്പോ ഇവിടെ ഞാൻ ഒരാളോട് പറയാം, നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും പറയാ? സംസാരിക്കാൻ പേടി ഒരാൾ എന്താ പറയാ? എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ സംസാരിക്കാത്തതുകൊണ്ടായിരിക്കും? അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അയാൾക്ക് പറയാനുണ്ടാവും. സംതിങ്, ഫിയർ ആയിരിക്കാം. അല്ലെങ്കിൽ പറയും, ഞാന് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെ വലിയൊരു ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ പറയും. ഓക്കെ, അതാണ് പ്രോബ്ലം ഓറിയന്റഡ്. സൊല്യൂഷൻ ഓറിയന്റഡ് ആവുന്ന ഒരാളാണെന്ന് വിചാരിക്കും, എന്താണ് അതിന്റെ സൊല്യൂഷൻ? ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ബിമാജിക് കമ്മ്യൂണിറ്റിയിൽ വന്നു, ഇവിടെ ഫീഡ്ബാക്ക് പറയാൻ അവസരം, ഇതൊരു സൊല്യൂഷൻ ആണ്. അതിൽ ഞാൻ ഇനി സംസാരിച്ച് പഠിക്കണം, അല്ലെ? സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഫിയർ ഉള്ള ഒരാൾക്ക് എങ്ങനെ നമുക്ക് ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റുക? എങ്ങനെ നമുക്ക് പേടിയോ ഓവർകം ചെയ്യാൻ പറ്റുക? ഫേസ് ചെയ്യുക, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഫേസ് ഇറ്റ്. നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ അതിൽ ഫേസ് ചെയ്യാൻ. നിങ്ങൾക്ക് തീനാണ് പേടി വെച്ചെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ട്രെയിനേഴ്സ് തീയിലൂടെ ഒക്കെ നടത്തിക്കുന്നത്, അല്ലെ? ചില കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പാമ്പിനെ പേടി, ഇതൊക്കെ പാറ്റിനെ പേടി, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്താ ചെയ്യാ? നമുക്ക് ലൈഫിൽ നമുക്കൊരു സമയത്ത് ഡ്രൈവിംഗ് പേടിയായിരുന്നു. പേടിയുള്ള സാധനത്തിന് എന്താ ഓപ്ഷൻസ് ഉള്ളൂ? ആ പേടിയുള്ള സാധനത്തിനെ, നമ്മൾ ആ ഫിയർ ഉള്ള സാധനത്തിനെ നമ്മൾ ഫേസ് ചെയ്യുക. ദർ ഇസ് നോ ഓപ്ഷൻസ്. അപ്പൊ സൊല്യൂഷൻ എന്താണ്? ഇങ്ങനെ വിഷയമുണ്ട്, ഞാൻ ഇതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. നമ്മളെപ്പോഴും ഈ ഒരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഗോൾഡൻ ലിപ്പുകളാൽ എഴുതി വെക്കുക, സൊല്യൂഷൻ ഓറിയന്റഡ്. നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം വെൻ എ പ്രോബ്ലം കം, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റെഡ് ഓഫ് ദ മൊമെന്റ് യു തിങ്ക് ലൈക്ക് ദാറ്റ് വാട്ട്സ് ദ സൊല്യൂഷൻ. ആ പെർട്ടിക്കുലർ മൊമെന്റ് നമ്മളെന്താ തിങ്ക് ചെയ്യേണ്ടത്? വാട്ട്സ് ദ സൊല്യൂഷൻ? അങ്ങനെ സൊല്യൂഷൻ നോക്കുന്ന ആളുകളാണ് ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ളത്. ഓക്കെ, സൊല്യൂഷൻ ഓറിയന്റഡ് ആകുക. അപ്പൊ ഈ സൊല്യൂഷൻ ഓറിയന്റഡ് അതൊരു വലിയ ക്വാളിറ്റിയാണ് കേട്ടോ, ചെറുതൊന്നുമല്ല. അയാളുടെ സൊല്യൂഷൻ ഓറിയന്റഡ് ആവാന്നുള്ളൊരു വാക്ക് നമുക്ക് പറയാനൊരു 3 സെക്കൻഡ് മതിയെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഒരു മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് അയാളുടെ എൻ്റെ ലൈഫിലും അയാൾക്ക് 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യും? അയാൾ ചേഞ്ച് ആവും. അയാൾ ഒന്നിനും പരാതി പറയാത്ത ഒരാളായിട്ട് മാറും. ഓക്കെ,
അങ്ങനെ സൊല്യൂഷൻ ഓറിയന്റഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ അതിന്റെ ഒരു വേറെ ക്വാളിറ്റി വേണം. ഇറ്റ്സ് കോൾ ഓണർഷിപ്പ്. ഇറ്റ്സ് കോൾ ഓണർഷിപ്പ് മെന്റാലിറ്റി എന്നാണ് പറയാം. സൊല്യൂഷൻ ഓറിയന്റഡ് ആവണമെങ്കിൽ നമ്മൾക്ക് ഓണർഷിപ്പ് മെന്റാലിറ്റി വേണം. വാട്ട്സ് ഓണർഷിപ്പ് മെന്റാലിറ്റി? എന്താണ് ഓണർഷിപ്പ് മെന്റാലിറ്റി? ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണോ? ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്താണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണർഷിപ്പ് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷൈനിമേം പറഞ്ഞിരിക്കുന്ന വളരെ കറക്റ്റ് ആണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. അത് ഏകദേശം അത് തന്നെയാണ് ഓണർഷിപ്പ് മെന്റാലിറ്റി. പ്രോബ്ലത്തിന്റെ ഉത്തരവാദിത്തം. അതായത് നമ്മുടെ ലൈഫിൽ ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിനുള്ള കാരണക്കാരൻ ഇത് എന്റെ ഫോൾട്ട് കൊണ്ട്, മിസ്റ്റേക്ക് അല്ല, ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്, ഇറ്റ്സ് മൈ ഫോൾട്ട്. രണ്ടും തമ്മിൽ മാറ്റമുണ്ട്. ഓക്കെ, ഇത് എന്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഇതിന് ഈ ഒരു പ്രോബ്ലം സംഭവിക്കാൻ ഞാനും ഒരു കാരണക്കാരനാണ്. ഇത് എന്റെ കാരണം കൊണ്ട് സംഭവിച്ചതാണ്. അയാൾ സാഹചര്യങ്ങളെയോ ബാക്കിയുള്ള കാര്യങ്ങളെയോ കുറ്റം പറയുന്നതിന് പകരം അയാളുടെ ഓണർഷിപ്പ് മെന്റാലിറ്റി അയാളായിട്ട്. ആ ഓണർഷിപ്പ് മെന്റാലിറ്റി എന്ന് പറയുന്നത് ഇതിന് സൊല്യൂഷൻ കാണാൻ ഞാനും കൂടെ ബാധ്യസ്ഥനാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് രാവിലെ ഇവിടെ മെഡിറ്റേഷൻ തുടങ്ങാൻ നേരം വൈകി അല്ലേ? മെഡിറ്റേഷൻ തുടങ്ങാൻ നേരം വൈകുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർ, അജിഷ മാമിനെ കുറെ ആൾക്കാർ, മറ്റുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ അത് ഒരാളുടെ ഉത്തരവാദിത്തത്തിന് പകരം നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ, നിങ്ങൾ ഇതായിട്ട് പറയില്ല, ഒരാളുടെ ഉത്തരവാദിത്തത്തിന് പകരം അതൊരു ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് എന്ത് സൊല്യൂഷൻ അവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ആ സംഭവം നടക്കുന്നില്ലെങ്കിൽ എപ്പോഴും ഒരു ബിസിനസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നത് ഞാൻ പറയാറുണ്ട്, ഓണർഷിപ്പ് മെന്റാലിറ്റി ഉണ്ടാവണം. അതായത് ആ ഓണർ അവിടെ ഇല്ലെങ്കിലും എന്റെ ഇതിൽ ഇപ്പൊ ബി മാജിക്കിന്റെ ഓണർഷിപ്പ് മെന്റാലിറ്റി അജിഷ മാം അല്ലെങ്കിൽ ടീം ഗോപിക അവരെ കയ്യിലെടുത്തോണ്ടാണ് ബി മാജിക് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നത്. ഞാനുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മെഡിറ്റേഷൻസ് മുതൽ ക്ലാസ് എല്ലാ കാര്യങ്ങളും ഒരു സമയത്ത് ചെയ്തിരുന്നത് ഞാനായിരുന്നു. ഈച്ച് ആൻഡ് എവരിതിങ്. ഓക്കെ, 7 ദിവസവും ക്ലാസ് എത്തിയത് ഞാനായിരുന്നു. ഓക്കെ, ബിഗിനിങ് ഓഫ് ദ ബി മാജിക് ആസ് എ ഫൗണ്ടർ ഇതിലുള്ള 7 days ക്ലാസ്സും 7 days ക്ലാസ് എത്തിയിരുന്ന ആരായിരുന്നു? ടൈം ഞാനായിരുന്നു ഒരു സമയത്ത്. ഓക്കെ, ഇന്നിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ വരുന്നുള്ളൂ. എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നത്? അജിഷ മാം, ഗോപിക, മുഫീദ ഒക്കെ ടീം എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഭംഗിക്ക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്തു? ഇതിന്റെ ഓണർഷിപ്പ് മെന്റാലിറ്റി ആയിട്ട് എടുത്തു. അവരെന്ത് പറയുന്നില്ല, ഇപ്പൊ സേഫ് സാറ് കമ്മ്യൂണിറ്റി ആണ്. അതേപോലെ റസാഖ് സാറ്, സിന്ധു മാം, എല്ലാ ലീഡേഴ്സും, ഞാൻ ആരെയും ഒരാളുടെ പേര് വിട്ടുന്ന് വരുന്നുണ്ട്, ബഷീർക്ക, അതേപോലെ ഷൈനി മാം, അതേപോലെ പ്രീത മാം, നൗഫൽ സാറ്, സിന്ധു മാം, ഇങ്ങനത്തെ ഞാൻ ആരെങ്കിലും ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, ചിലപ്പോൾ ഞാൻ വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ മനഃപൂർവ്വം വിട്ടതല്ല. മണി സാർ, ഇങ്ങനത്തെ കുറെ ആളുകൾ, ഇതിലുള്ള കുറെ ആൾക്കാർ സുനിലായിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഇതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, വലുതാവും. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേട്ട് പോവല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ സൊല്യൂഷൻ ഓറിയന്റഡ് പേഴ്സൺ, ഞാൻ സൊല്യൂഷൻ ഓറിയന്റഡ് പേഴ്സൺ ആണോ, ഞാൻ പ്രോബ്ലം ഓറിയന്റഡ് പേഴ്സൺ ആണോ? സൊല്യൂഷൻ ഓറിയന്റഡ് പേഴ്സൺ ഓൾവേസ് സീക്കിംഗ് ദ സൊല്യൂഷൻ. അയാളുടെ മെന്റാലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ ഓറിയന്റഡ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. അതെന്റെ ഭർത്താവിന്റെ പ്രശ്നം കൊണ്ടാണ്, അതെന്റെ ഭാര്യന്റെ പ്രശ്നം കൊണ്ടാണ്, അതെന്റെ അച്ഛന്റെ പ്രശ്നം കൊണ്ടാണ്, അമ്മന്റെ പ്രശ്നം കൊണ്ടാണ്, അതെന്റെ ബോസിന്റെ പ്രശ്നം കൊണ്ടാണ്, അത് ഞാൻ കേരളത്തിൽ ജനിച്ചത് കൊണ്ടാണ്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓണർഷിപ്പ് മെന്റാലിറ്റി ഏറ്റെടുക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കുക പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പം നമ്മൾ അറിയാതെ നമ്മളിലേക്ക് പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വരും, ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കും, യു വിൽ ഗെറ്റ് എ സൊല്യൂഷൻ. പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്താ സംഭവിക്കുക? അയാളുടെ ലൈഫിലേക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയിലേക്ക് സൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ്. രണ്ടുമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും പോസിറ്റീവ് അല്ല, ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും നെഗറ്റീവ് അല്ല. ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാറ്റസ് അല്ലേ? ഐദർ ഇറ്റ് പോസിറ്റീവ് അല്ലേ,
അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. നിങ്ങളുടെ ചിന്തകൾ എന്താണോ, നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആണോ അതേപോലെയാണ്. ഈ പൈസ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പൈസ, മണി, മനസ്ഥിതി അനുസരിച്ച്. പൈസയും പോസിറ്റീവും നെഗറ്റീവും അല്ല. പൈസ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവും, നെഗറ്റീവായിട്ട് കാര്യത്തിലാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ നെഗറ്റീവ് ആണ്. വേറെ ആളെ ബുദ്ധിമുട്ടിക്കാനും വേറെ ആളുടെ ലൈഫ് ഇതാക്കാനും ടെററിസം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെച്ചെങ്കിൽ ഇറ്റ്സ് എ നെഗറ്റീവ് മണി, അല്ലെ? വേറെ ആളെ സഹായിക്കാനും ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വെച്ചെങ്കിൽ പോസിറ്റീവ് മണി. നിങ്ങളുടെ ഹെൽത്ത് കേടുവരുത്തുന്ന ഒരു കാര്യത്തിനാണ് നിങ്ങൾ പൈസ ഉപയോഗിക്കുന്ന വെച്ചെങ്കിൽ എന്തായി? ഇറ്റ്സ് എ നെഗറ്റീവ് മണി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിലൊന്നും പോസിറ്റീവ് നെഗറ്റീവും അല്ല. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കുന്നത് ആ ഒരു സംഭവങ്ങൾ ഉണ്ടാവുന്ന നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അടുത്ത പോയിന്റ് ആണ് ഓക്കെ, ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് അടുത്ത ഏറ്റവും, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത്? എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞത്? ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. 3 രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഉണ്ടാവുക. 3 രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒന്ന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒന്ന് ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഒരു കാര്യത്തിനോട് നമുക്ക് പോസിറ്റീവായിട്ട് മനോഭാവം ഉണ്ടാവും, നെഗറ്റീവായിട്ടുള്ള മനോഭാവം ഉണ്ടാവും, ന്യൂട്രലും ഉണ്ടാവും, അല്ലേ? ഇപ്പോ ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഉണ്ടാവില്ല. നമ്മൾ പറയാം എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, ഞാൻ അതിലൊന്നും ഇടപെടാൻ വരുന്നില്ല, അത് അവരായി അവരുടെ പാടായി. ഇറ്റ്സ് എ ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ്. പ്രത്യേകിച്ച് നമുക്ക് ഗുണം ദോഷമില്ല. പ്രത്യേകിച്ച് നമുക്ക് ഗുണം ദോഷമില്ല. ചില കാര്യങ്ങൾ നമുക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ചില കാര്യങ്ങളിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന സംഭവം ഈ ഒരൊറ്റ കാര്യമാണ്. ഏത് കാര്യം? ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം. ലൈഫില് സക്സസ് ആയിട്ടുള്ള ആളുകളുടെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. സക്സസ് ആയിട്ടുള്ള ആളുകളുടെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി എന്ന് പറയുന്നത് എപ്പോഴും സിഗ് സിഗ്ലർ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് ഉണ്ട്. യുവർ ആറ്റിറ്റ്യൂഡ് നോട്ട് യുവർ ആപ്റ്റിറ്റ്യൂഡ് വിൽ ഡിറ്റർമൈൻ യുവർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്, പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണ് നമ്മളെ ആറ്റിറ്റ്യൂഡ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും എന്തല്ല, നമ്മളുടെ കഴിവുകളല്ല നിങ്ങൾ വിജയിക്കുകയോ ഇല്ല തീരുമാനിക്കുന്ന കാര്യം. നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല നിങ്ങൾ വിജയിക്കുകയോ ഇല്ല തീരുമാനിക്കുന്ന കാര്യം. പിന്നെന്താണ്? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മനോഭാവം, അല്ലെ? നമുക്കൊരു കാര്യത്തിനോട് ഉണ്ടാവുന്ന മനോഭാവമാണ് എന്ത് ചെയ്യുക? മനോഭാവമാണ് നമ്മൾ അത് എവിടെ എത്തണം എന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉയരത്തിലെത്തണം, നിങ്ങൾ എത്രമാത്രം ഉയരത്തിലെത്തണം, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഉയർച്ച വേണമെന്ന് തീരുമാനിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയത്ത് ഒരു 6 വർഷം മുമ്പ് സുനിലേട്ടൻ ഞങ്ങളൊക്കെ ഷാപ്പിംഗ് സ്പേസിന്റെ ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഷാഫി സാറെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഹൗ ഇറ്റ്സ് പോസിബിൾ, ഇതൊക്കെ എങ്ങനെ എടുക്കുന്നത്? അപ്പൊ എനിക്കന്ന് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് എത്താതിരിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ബി മാജിക് ഇപ്പൊ ആളുകൾ പറയും 1800 ദിവസമായി, 1800 ദിവസം പിന്നിട്ടു. അപ്പൊ ചോദിക്കും എങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകാം? എന്നോട് തന്നെ എന്റെ കൂടെയുള്ള കുറെ ആളുകൾ പറയുന്നത് ഇത് പോസിബിൾ അല്ല കേട്ടോ, എല്ലാ ദിവസവും ക്ലാസ് കൊടുക്കുക, എല്ലാ ദിവസവും ഇതിങ്ങനെ കൊണ്ടുപോവുക, അതിനു വേണ്ടി നീ എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും? നമുക്കുണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ കമ്മ്യൂണിറ്റി വേണം, ആ കമ്മ്യൂണിറ്റി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ലൈഫിൽ എന്റെ ലൈഫിലല്ല നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് 1-2 ആളുകളൊന്ന് ഷെയർ ചെയ്തേ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയപ്പോൾ, നിങ്ങളുടെ മനോഭാവം മാറ്റിയപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. എല്ലാവരുടെ ലൈഫിൽ ആ സ്റ്റോറി ഉണ്ടാവും. ഇച്ച് ആൻഡ് എവറി പേഴ്സൺ യു ആർ എ ഹീറോ ഓർ എ ഹീറോയിൻ. നിങ്ങളെല്ലാവരും ഒരു നായകനും ഒരു നായികയാണ്.
നിങ്ങളുടെ എല്ലാവരുടെ കഥകളിലും കുറെ ട്വിസ്റ്റുകളും കുറെ മോട്ടിവേഷനും കുറെ ഇൻസ്പിറേഷനും ഒക്കെ ഉണ്ട്, കുറെ സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കഥ എഴുതി നാളെ ഫിലിം ആക്കുകയാണെങ്കിൽ മേരി കോമിന്റെ കഥ എഴുതിയതുപോലെ തന്നെ നിങ്ങളുടെ കഥയിലും ഒരു മേരി കോം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കഥയിലും ഒരു APJ അബ്ദുൽ കലാം ആസാദ് ഉണ്ടാവും. എല്ലാവരുടെ കഥയിലും എന്തുണ്ട്, കുറെ ഹീറോ. നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറെ സ്ട്രഗ്ലിങ്ങിലൂടെയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് മാറ്റാൻ പറ്റുന്നത് തൊട്ടപ്പുറത്തുള്ള ആളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെയാണ്. നമ്മളെന്താ മാറ്റാൻ പറ്റുക? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് മാറ്റുക. ഓക്കെ, നിങ്ങളുടെ നോട്ട് യുവർ ആറ്റിറ്റ്യൂഡ്, എന്താണ് യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻ യുവർ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിഗ്സഗ്ലർ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് തന്നെ ചില കവിതകളുടെ മീനിങ് കവിമാരിങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളോളം ഡിസ്കസ് ചെയ്യും. എന്താണ് അതിന്റെ അർത്ഥം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നതുപോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടൊരു കോട്ടാണ്. നമ്മളെല്ലാ ആളുകളെയും ഇങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളെന്താ പറഞ്ഞത്, നല്ല രീതിയിൽ നീ സ്കൂളിൽ പോയിക്കോ, നല്ല രീതിയിൽ നീ പഠിച്ചോ, നല്ല രീതിയിൽ നീ മാർക്ക് മേടിച്ചോ, നീ എന്ത് ചെയ്യും, ലൈഫിൽ സക്സസ് ആവുന്നു. ആ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മോട് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. ആ സ്കൂളിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് മെന്റാലിറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഡിസിപ്ലിനാണ് നമ്മൾ പഠിക്കേണ്ടിരുന്നത്, പങ്ക്ച്വാലിറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടിരുന്നത്. ഇതൊക്കെ പഠിക്കുന്നതിന് പകരം ആർട്സിലും സ്പോർട്സിലും നമ്മൾ ആക്റ്റീവ് ആണ് വേണ്ടിയിരുന്നത്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ ആക്റ്റീവ് ആവേണ്ടത്. നമ്മൾ അതൊന്നും നമ്മൾ ആരും എന്ത് ചെയ്യില്ല, പുഷ് ചെയ്യില്ല. നമ്മളെ പുഷ് ചെയ്ത് എന്താണ്, പഠിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് പഠിച്ചില്ല, സ്കൂളിൽ പഠിക്കുന്നത് മോശം എന്നാണ്. സ്കൂളിൽ പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ മാർക്കൊക്കെ മേടിക്കണം. പക്ഷെ സ്കൂളിൽ പഠിച്ചത് കൊണ്ടോ മാർക്ക് മേടിച്ചത് കൊണ്ടോ നമ്മൾ ലൈഫിൽ സക്സസ് ആവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ആ ചിന്തന നമ്മൾ മാറ്റണം. സ്കൂളിൽ പഠിക്കണം, മാർക്ക് മേടിക്കണം, നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കണം, അതല്ല സക്സസ് ആവാനുള്ള മാനദണ്ഡം. സക്സസ് ആവാനുള്ള മാനദണ്ഡം നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെക്കാട്ടും നിങ്ങളുടെ കഴിവിനെക്കാട്ടും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ മനോഭാവമാണ്. കാരണം ഞാൻ ഒരുപാട് കുട്ടികളുടെ അസസ്മെന്റ് ചെയ്യാറുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ബിസിനസ്സുകാരൊക്കെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് ആൾക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇവിടൊക്കെ ചില ആളുകൾ പിന്നീട് എന്നോട് പറയും, സർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എവിടുന്നാണോ മാറ്റം വന്നിരിക്കുന്നത്? ഞാനാണോ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാനല്ല മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ മാറി, ആ ഫിലിം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ മാറി, അങ്ങനെ ഒരു അനുഭവം കേട്ടപ്പോൾ ഞാൻ മാറി. എങ്ങനെ മാറുന്നത്? അയാളുടെ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിലെ കണക്ക് നോക്കിയാൽ മതി. ഡി അഡിക്ഷൻ സെന്ററിൽ കുറെ ആളുകൾ കൊണ്ടാക്കും. എത്ര പേർക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുക? ഷൈനി മാമിന് വളരെ വ്യക്തമായിട്ട് അറിയായിരിക്കും. കാരണം ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയായിരിക്കും, വളരെ കുറഞ്ഞ ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ ആ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊക്കെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കേണ്ട ആളുകളാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് നമ്മൾ അഡിക്റ്റഡ് ആണ്. എന്തിനാ അഡിക്റ്റഡ്? ഒരിക്കലും ഡ്രഗ്സിനോ അതിനോ അല്ല. നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനെ നമ്മൾ ഇതേപോലെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് ആക്കണം. ശരിക്കും എന്ന് വെച്ചാൽ ഡി അഡിക്ഷൻ സെന്ററിൽ പോകണമെന്നല്ല, നമ്മൾ തന്നെ ഇതിൽ ഉണ്ടാകണം. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ മാറ്റാനും വേണ്ടിയിട്ട് തയ്യാറാവും. ആറ്റിറ്റ്യൂഡ് മാറാതെ നിങ്ങൾ എത്ര ക്ലാസ് കേട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ മനോഭാവം മാറാതെ അതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല. കുറെ ക്ലാസ് കേട്ടിട്ട് ഇപ്പോഴും ഇതിലൊരു ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ കേട്ട ക്ലാസ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ആൻസർ ആണ്, നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ അതേ മാസത്തെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഡൗൺ ആവുന്നുണ്ടെങ്കിൽ വൈ യു സ്പെൻഡ് ദിസ് ടൈം അറ്റ് ദിസ് ഏർലി മോർണിംഗ്? അല്ലെ, ഇത്ര രാവിലെ എണീറ്റിട്ട് ഈ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആസ്ക് യുവർ സെൽഫ്. ഓക്കെ, ഞാൻ ചോദിക്കാണ് ഒരു 2-3 നിങ്ങളുടെ എക്സാമ്പിൾസ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിയപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറി. ആർക്കാണ് പറയാനുള്ളത്? എനിബഡി? ആർക്കാണ് പറയാനുള്ളത് ചോദിക്കുമ്പോൾ ഇതിൽ 30 പേര്, അടക്കമുള്ള 30 പേരിൽ 29 പേർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ പറഞ്ഞോളൂ ബഷീർ സാർ. എന്റെ ആദ്യത്തെ ഒരു ചിന്ത ഹാർഡ് വർക്കാണ് മനുഷ്യനെ വിജയിപ്പിക്കുന്നതെന്നായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് അതല്ല സ്മാർട്ട് വർക്കാണെന്ന് തോന്നി. അപ്പൊ ഞാൻ സ്മാർട്ട് വർക്കിന് വേണ്ടിട്ട് എന്റെ ടൂൾസ് ഷാർപ്പൻ ചെയ്തു. ചെയ്തപ്പോ എനിക്ക് 8 മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്ത് കൊടുത്ത് ഞാനിപ്പോ
ഒരു 1 hour ഒന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് അതിലേക്കാൾ ജാസ്തി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്റെ ഒരു പഴയ എത്രയോ കാലമായിട്ടുള്ള എന്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയപ്പോ ഉണ്ടായ ഒരു വ്യത്യാസം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അതായത് 10 മണിക്കൂർ വർക്ക് ചെയ്തിരുന്ന അന്ന് അതേ ഷോപ്പിൽ നിന്ന് പോയിരുന്നെങ്കിൽ ബഷീർ ഖാക്ക് ഒരിക്കലും ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടില്ലായിരുന്നു അല്ലെ? ബഷീർ ഖാന്റെ സ്റ്റോറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ ഒരു ഹിന്ദിക്കാർ പത്രം കൊടുക്കുന്ന സംഭവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെയ്തു ചിന്ത അതിന്റെ ഒരു ടോണ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തു. ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കിലേക്ക് പോകണം, കുറച്ചും കൂടി കാൽക്കുലേറ്റഡ് ലൈഫ് കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്തു. ഓക്കെ, ജാസ്മിൻ റഫീഖ്, വാട്ട്സ് യുവർ സ്റ്റോറി? മീനിട്ടുകൊണ്ട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ ആറ്റിറ്റ്യൂഡ് മാറിയപ്പം എനിക്ക് എല്ലാവരും ഇങ്ങനെ ആവണം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാവണം എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ ആവണം, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. ഇപ്പൊ ഞാൻ മാറി, എനിക്ക് ചുറ്റുമുള്ളവരെ മാറ്റുന്നതിലുപരി ഞാൻ മാറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചുറ്റുമുള്ളവരും എനിക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ എനിക്ക് അവർ മാറിക്കിട്ടി. അപ്പൊ എന്റെ ചിന്തകളും മാറി, എന്റെ ആറ്റിറ്റ്യൂഡ് മാറിയപ്പം തന്നെ ചുറ്റുമുള്ളവർ മാറി. നമ്മളെ മനോഭാവം മാറ്റിയപ്പം മറ്റുള്ളവർ മാറുമെന്നുള്ളത്. മറ്റത് ഞാൻ മാറാതെ മറ്റുള്ളവരെ മാറ്റി അവരിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണം, എന്നെ ഇഷ്ടമുള്ള രീതിയിൽ സ്നേഹിക്കണം എന്നുള്ള രീതിയിൽ അത് വിട്ടിട്ട് എന്താണോ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതി വന്നപ്പോ ഞാൻ മാറിയപ്പോ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്ക് എന്നെ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ച അതുപോലെ ആവാൻ തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ജാസ്മിൻ. ഈ ഒരൊറ്റ വാക്ക് ഞാനിത് മറ്റുള്ള ആൾ പറയാൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ പറയുമ്പം എനിക്കത്, അതായത് ജാസ്മിൻ മാം പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാക്ക് എന്ന് പറഞ്ഞത് എന്താ പറയാ, ഇറ്റ്സ് എ ഗോൾഡൻ കോട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംബന്ധിച്ചാല്, ഞാൻ നേരത്തെ പറയില്ലേ ടേക്ക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ ഓണർഷിപ്പ് ഏറ്റെടുത്ത് നമ്മൾ സ്റ്റോറി പറഞ്ഞിട്ടില്ലേ, ഒരാളുടെ സ്റ്റോറി ഉണ്ട്, നിങ്ങൾ കേട്ട കഥയായിരിക്കും. ഒരാൾ ലോകം നന്നാക്കാൻ ഇറങ്ങി. പല ട്രെയിനേഴ്സും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം, സോറി ഫോർ ദാറ്റ്. ഓക്കെ, ലോകം നന്നാക്കാൻ ഇറങ്ങി. അങ്ങനെ കുറെ വർഷങ്ങൾ അയാൾ ലോകം നന്നാക്കാനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അയാളൊരു റിയലൈസേഷനിലേക്ക് എത്തി, ഐ കാൻ ഡു ഇറ്റ്. ലോകം നന്നാക്കുക എന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ എന്റെ രാജ്യം ഒന്ന് നന്നാക്കിയേക്കാം. അയാൾ തിരിച്ച് ഇന്ത്യയിൽ തന്നെ വന്നിട്ട് ഇന്ത്യ നന്നാക്കാനാണ് കുറെ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഓ ഇറ്റ്സ് ഓൾസോ നോട്ട് പോസിബിൾ, ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ പിന്നെ അദ്ദേഹം കരുതി എന്റെ ഗ്രാമം ഒന്ന് നന്നാക്കിയേക്കാം. കുറെ കാലം ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ക്ലാസ് ഒക്കെ കൊടുത്ത് അവരെ നന്നാക്കാനും വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഫൈനലെത്തിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതും പോസിബിൾ അല്ല. കുറെ കാലം കഴിഞ്ഞപ്പം അയാൾ കരുതി എന്നാ എന്റെ വീട് നന്നാക്കിയേക്കാം. കുറെ കാലം വീട്ടുകാരൊക്കെ ഉപദേശിച്ചു, അത് നടന്നില്ല. അവസാനം അയാൾ കരുതി എന്നാ പിന്നെ ഞാനൊന്ന് മാറിയേക്കാം. അയാൾ മാറിയ സമയത്ത് അയാൾക്ക് എന്ത് മനസ്സിലായി, അയാളുടെ വീട് മാറി, അയാളുടെ വീട്ടുകാർ മാറി, അയാളുടെ നാട്ടുകാർ മാറി, അയാളുടെ രാജ്യം മാറി, ഈ ലോകവും മാറി. നമ്മളാണ് മാറേണ്ടത്. ഓക്കെ, അത് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ ഹെവി ബുദ്ധിമുട്ടുള്ള സാധനമാണ്. എല്ലാ ആളുകൾക്കും, ഇൻക്ലൂഡിങ് മീ ട്ടോ, ഞാൻ പറയുന്നത് നിങ്ങളല്ല, ഇൻക്ലൂഡിങ് മീ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അടക്കമുള്ള ആളുകൾ നമ്മളാണ് മാറേണ്ടത്. അത് നമ്മളിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടുവരണം. ഞാനാണ് മാറാനുള്ളത്. അപ്പൊ അതിലേക്ക്, ആ മനോഭാവത്തിലേക്ക് നിങ്ങൾക്ക് വരിക എന്നുള്ളത്. വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടെ അവസരമുണ്ട്, എനിബഡി, വേറെ ആർക്കെങ്കിലും നിങ്ങളുടെ മനോഭാവം മാറിയപ്പോൾ നിങ്ങളുടെ ജീവിതം മാറി? വേറെ ആരുമില്ല? നിങ്ങളുടെ ജീവിതം മാറിയുള്ളൂ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാന് കോവിഡ് സമയത്ത് കുറച്ചാൾ ജോലി ഇല്ലാതിരുന്നു, പിന്നെ ഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു ഓപ്ഷൻ വന്നത് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ കുറെ ട്രൈ ചെയ്തു. പിന്നെ വീണ്ടും ആ ഓപ്പർച്യൂണിറ്റി എന്നിലേക്ക് തന്നെ വന്നു, യൂണിവേഴ്സ് എനിക്ക് തന്നെ തന്ന മാതിരി. അപ്പം ആ ഫിയർ അങ്ങ് ഓവർകം ചെയ്തപ്പം കുറച്ചായിട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്റെ ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസമാണ്, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ചേഞ്ച് ആയപ്പം. അപ്പൊ നമ്മള് എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവേ വരുള്ളൂ. പക്ഷെ നമ്മള് കുറച്ച് റിസ്ക് എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. തീർച്ചയായും സ്റ്റെപ്പ് എടുക്കണം. താങ്ക് യു സുബ്രഹ്മണ്യ സാർ. നിങ്ങൾക്കൊക്കെ ഓരോ കഥ പറയാനുണ്ടാവും, അത് നിങ്ങൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. ആ കഥ ഇതാണ്, എന്റെ മനോഭാവം മാറിയപ്പോ എന്റെ ജീവിതം മാറി. ഇനി ജീവിതം മാറാത്ത ആളുകളുണ്ടെങ്കിൽ അവരെന്ത് തീരുമാനിക്കാം? ജീവിതം മാറണമെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറും.
ആറ്റിറ്റ്യൂഡ് മാറും. എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുക? ടേക്ക് ഓണർഷിപ്പ്. എന്താ ഓണർഷിപ്പ്? ഐ ആം ദ റീസൺ ഫോർ ദിസ്, അല്ലെങ്കിൽ ഐ ആം ദ വൺ ഓഫ് ദ റീസൺ ഫോർ ദിസ്. ഞാനും ഇതിനൊരു കാരണക്കാരനാണ്, നിങ്ങളും അതിനൊരു കാരണക്കാരനാണ്. അപ്പൊ ആ കാരണക്കാരനാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് തിരുത്തേണ്ടത്. അവിടുന്ന് എന്ത് ചെയ്യാം? തിരുത്തി തുടങ്ങും. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ആൾ. ഹാൻഡ് ഓവർ ടു ഗോപിക. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, നമുക്ക് ജസ്റ്റ് ഒരു 5 minutes നമുക്ക് ഫീഡ്ബാക്കിൻ ടൈം എടുക്കാം. അപ്പോൾ സാർ ഇപ്പോൾ നിങ്ങളുടെ ഒരുപാട് എക്സാമ്പിൾസും അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചെറിയൊരു പോയിന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാവോ? സോ ഫസ്റ്റ് ആയ ബെറ്റർ ആയിരുന്നു. ആരാന്ന് ഫസ്റ്റ് സംസാരിക്കുന്നേ? മുസ്തഫ സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സെക്ഷണൽ അട്രാക്ഷന്റെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം മനോഭാവം മാറ്റേണ്ട ഒരു വിഷയമായിരുന്നു. അത് കറക്റ്റ് ആയിരുന്നു. കാരണം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വിഷയമാണ് ആറ്റിറ്റ്യൂഡ് മാറ്റുന്നത്. അത് എല്ലാവരും പരമാവധി ഈഗോ ആയിട്ട് നിൽക്കുകയാണ്. കാരണം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അത് നല്ലൊരു പോയിന്റുള്ള ക്ലാസ് ആയിരുന്നു. നല്ല സക്സസ്ഫുൾ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ ഇതുപോലെ തുടർന്നുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. മുസ്തഫ സാറിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സാറേ. മുസ്തഫ സാർ എന്നോട് പറയുണ്ടായി, ഓരോ കാര്യങ്ങള് തീരുമാനിക്കാൻ നാളെ വെച്ച് പോയിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ പെട്ടെന്നാണ് മാഡം ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് താങ്ക്സ് പറയാറുണ്ട് എന്നോട്. ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. എനിക്ക് നല്ല ഇതുപോലെ ഇനി സാറ് കൂടുതൽ ഇത്തരം വിഷയങ്ങളൊക്കെ എടുക്കണം. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് സർ. അതാണ് നമ്മള് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിരിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. പലപ്പോഴും ആദ്യം നമുക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നത് ആ പ്രോബ്ലത്തിലേക്കായിരുന്നു. പ്രോബ്ലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്ക്യൂസസ് നമ്മളെ വരും. നമ്മളതിലൊരു ഭാഗവാക്കേ അല്ല സത്യത്തിൽ. ചുറ്റുമുള്ള സൊസൈറ്റിയാണ് ഭാഗമാവുന്നത്, അവരാണ് പ്രശ്നക്കാരെന്നുള്ള ഒരു ചിന്തയാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആദ്യം. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സ്പെഷ്യലി ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോ ഇതിനുള്ള സൊല്യൂഷൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വരുന്നത്. ഈ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ബി മാജിക്കിലുള്ള മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് അറിയണം. ബി മാജിക്കിലുള്ളവർക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് വരെ ഇതിനെ കുറിച്ച് അറിയണം. എങ്കിൽ മാത്രമാണ് നമ്മളെ പരാതികൾ അവസാനിക്കുള്ളൂ. കാരണം പരാതികൾ ഒരു കാലത്തും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ അതില് എന്താണ്, എനിക്കും ഇതുപോലെയുള്ള നല്ല നല്ല ആക്ഷൻസ് എടുത്ത് മറ്റുള്ളവർക്കും കൂടി ഇത് പറഞ്ഞു കൊടുത്ത് അതിലൂടെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ സ്വയം ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സർ. കാരണം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു വട്ടം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായി കഴിയും. അപ്പൊ അത് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലുത്. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റോളിംഗ് ആയി വരും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. അതുപോലെ തന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ദിവ്യ പറഞ്ഞത് പിന്നെ ഒന്ന് കൂട്ടിച്ചേർത്താണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു ടാസ്ക് ആയിട്ട് കാണുക. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് ആ കാര്യങ്ങൾ വന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമല്ലാത്ത രീതിയിലേക്കാവും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്, ജെഫ് കെല്ലറുടെ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്നൊരു പുസ്തകമുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും, ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും വായിക്കണം എന്ന് പറയാണ്. മനോഭാവം അതാണ് എല്ലാം എന്നുള്ളത്. ഒരുപാട് പോയിന്റ്സ് കിട്ടും ഇതേപോലെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. ദെൻ വേറെ ആരെങ്കിലും? ചലഞ്ച്, നമ്മളെ ചലഞ്ച് ഇന്ന് അവസാനിക്കല്ലേ സാറേ? ചലഞ്ചിനെ പറ്റി ഒരു 2 വാക്ക് പറയട്ടെ.
ഈ എന്താ പറയാ നമ്മൾ ഈ ബെറ്റർ യു എന്നുള്ള ഈ ചലഞ്ചിൽ വന്നതിന് ശേഷം, ആ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം എന്താന്നറിയില്ല, ഒരുപാട് മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തില്. നാളെ എന്നുള്ളൊരു പദം നമ്മളതിൽ ഇല്ല. നമ്മൾക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ആ ചലഞ്ച് ഇനി സാറ് വെക്കണം. സാർ അതിൽ പറയുകയുണ്ടായി, ഫൈനാണ് അതിലത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഫൈൻ അടയ്ക്കണല്ല പ്രശ്നം. ഞാൻ വിചാരിച്ചുള്ളത് കാര്യങ്ങള് നല്ല കൃത്യതയോട് ചെയ്യുക എന്നുള്ളതായിരുന്നു. നല്ലൊരു മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യങ്ങളും നീട്ടി വെക്കാൻ പറ്റില്ല. ഇനിയും സാർ ഇതുപോലത്തെ ഒരു ചലഞ്ച് വെക്കണം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫീഡ്ബാക്കോ നിങ്ങളുടെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പ് ത്രൂ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ സേഫ് സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you all. Thank you, sir. Very good morning.